നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് മരത്തംകോട് അൽ അമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ കൂനാംപൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ദേശീയപാത വ്യാപകമായി തകർന്ന സംഭവത്തിൽ മണ്ണിന്റെ ഗുണമേന്മയ്ക്കെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രംഗത്ത്. എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നും കൂറ്റൻ കുന്നുകൾ ഇടിച്ചുകൊണ്ടുപോയ മണ്ണും ദൃഢത കുറഞ്ഞെന്ന് നാട്ടുകാർ. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 111ാം ശ്രാദ്ധാചരണം ഭക്തി നിർഭരം. തിരുകർമ്മങ്ങളിലും ഊട്ടുസദ്യയിലും പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. ഗുരുവായൂർ മാമാ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ കവർച്ച. 2 മാല, പാദസരം, സ്വർണ്ണ ഉരുപ്പടികൾ അടങ്ങിയ 3.5 പവന്റെ സ്വർണം മോഷണം പോയി. മോഷണം പാലുവായി ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിൽ. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 54 കുട്ടികൾക്കാണ് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. 50 പേർ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിട്ടു. 4 പേർ ആശുപത്രികളിൽ ചികിത്സയിൽ. സംഭവത്തെ തുടർന്ന് തിങ്കളാഴ്ച സ്കൂളിന് അവധി നൽകി. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും ഉണ്ടായത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളി, ശനി ദിവസങ്ങളിലുമായി കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു തുടങ്ങി. ഭൂരിഭാഗം കുട്ടികളെ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ചികിത്സ നൽകി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം സ്കൂൾ SMC ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ഏതാനും കുട്ടികൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. സ്കൂൾ പ്രവേശന സമയത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിണർ ശുചീകരിച്ച് വെള്ളം പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമാകാൻ സാധ്യതയില്ലെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നോ പാലിൽ നിന്നോ ആകാമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ഏകദേശം 400ഓളം കുട്ടികളാണ് അവിടെ നിന്ന് ഭക്ഷണം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ അറിവിൽ വന്നത്. ഇതിൽ 4ഓളം കുട്ടികൾ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. ഈ 4 കുട്ടികളുടെയും വിവരങ്ങൾ നമ്മൾ വ്യക്തിപരമായി അന്വേഷിച്ചു. ആർക്കും ഒരു അപകടസ്ഥിതിയില്ല. എന്നിരുന്നാൽ തന്നെ അവർ ഡിസ്ചാർജ് ആയിട്ടില്ല. പനി, വയറിളക്കം, ഛർദി എന്നിങ്ങനെയായിട്ടുണ്ടായത്. വാട്ടർ സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഈക്കോളെ അങ്ങനെ ബാക്ടീരിയ, അപകടകരമായ ഒരു ബാക്ടീരിയയുടെ അംശം സ്കൂളിലത്തെ കിണറ്റിലെ വെള്ളത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഏറ്റവും എമർജൻസി ആയിട്ട് സ്കൂൾ PT വിളിച്ച് പാരൻസിൻ്റെ, മാതാപിതാക്കളുടെ ഇതിലുള്ള അഭിപ്രായം ചോദിച്ച് അതിൽ ഇനി അവരുടെയും കൂടി നിർദ്ദേശം അനുസരിച്ചുള്ള മറ്റു വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് നമ്മൾ. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിദ്യാലയം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഏജൻസികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാലയം സന്ദർശിച്ച് അതിന് വേണ്ട ഗുണമേന്മകൾ പറയുന്ന സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിട്ടുള്ളതായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ബന്ധപ്പെട്ട ഏജൻസികൾ അത് കണ്ടെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അധ്യാപകരും അതുപോലെ തന്നെ PTA, MPTA അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ ഒരു പ്രയാസ സന്ദർഭത്തിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ കുട്ടികൾക്കും രീതിയിലുള്ള അവരുടെ ചികിത്സ അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലവിലില്ല എന്നുള്ളത് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ജില്ലാ കളക്ടറെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും AE വിവരം അറിയിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, വാർഡ് മെമ്പർമാരായ MK ജോസ്, MC ഐജു എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രധാന അധ്യാപിക KA സുജിനി, PTA പ്രസിഡന്റ് സുശാന്ത് എന്നിവരും അധ്യാപകരും സ്കൂളിലെത്തി. വിവരം വന്നപ്പോൾ തന്നെ നമ്മൾ അടിയന്തരമായി സ്കൂൾ HMഉം മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായി ഇടപെടുകയും ഓരോ കുട്ടിയുടെയും വിവരശേഖരണം നടത്തുകയും ചെയ്യുന്നുണ്ടായി. വലിയൊരു ഇഷ്യൂലേക്ക് പോകുന്ന പ്രശ്ന സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്
മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരം എടുക്കാം. എങ്ങനെ തടയാമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രിക്കോഷൻ നടപടികളാണ് ഞങ്ങൾ ആരംഭിച്ചത്. സ്കൂൾ പൂർണ്ണമായും വൃത്തിയാക്കാനും ശുചീകരണം നടത്താനും മെഡിക്കൽ ഓഫീസറും HM-ഉം PTA പ്രസിഡന്റും ജനപ്രതിനിധികളും അടങ്ങുന്ന ഒരു ടീം തന്നെ രൂപപ്പെടുത്തി ഇക്കാര്യങ്ങൾ വിശദമായി വളരെ വേഗത്തിലെടുത്ത് കുട്ടികളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സ്കൂളിലേക്ക് വരാൻ കഴിയുന്ന നില രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. ടീച്ചർമാർ കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ്, എല്ലാ ടീച്ചർമാരും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ്. അത് കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ടാണ് അവർ കഴിക്കാറ്. അപ്പം ഞാനടക്കമുള്ള എല്ലാ അധ്യാപകരും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഒന്നും മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്യാറില്ല. അരി മാത്രം നമുക്ക് സപ്ലൈ തരുന്നതാണ്, അത് മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുള്ളത്. PT എക്സിക്യൂട്ടീവ് യോഗം നാളെ കൂടാം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നടപ്പിലാക്കാവുന്നതാണ്. ഭക്ഷണം അല്ല, പാചക തൊഴിലാളികൾ ആദ്യം കഴിച്ചു നോക്കി, അധ്യാപകർ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറ് തന്നെ. അപ്പോൾ പിന്നെ വെള്ളം ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് പോസിറ്റീവാണ്. PTA കമ്മിറ്റി നാളെ 10 മണിക്ക് കൂടി എല്ലാ PTA അംഗങ്ങളും ഉൾപ്പെടെ നമ്മളെല്ലാ ക്ലീനിങ്ങിനും ബാക്കി എല്ലാ പ്രവർത്തനത്തിനും കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞു. ഗുരുവായൂർ മാമാ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ കവർച്ച. 2 മാല, പാദസരം, സ്വർണ്ണ ഉരുപ്പടികൾ അടങ്ങിയ 3.5 പവന്റെ സ്വർണ്ണമാണ് മോഷണം പോയത്. പാലുവായ് ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വെള്ളിയാഴ്ച ബന്ധുവീട്ടിലേക്ക് പോയ കുടുംബം ഇന്നലെ വൈകിട്ട് എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. അലമാരയിൽ നിന്നാണ് സ്വർണം മോഷണം പോയത്. സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലാണ്. വിവരമറിഞ്ഞ് ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് മരത്തംകോട് അൽ അമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ കൂനാമ്പൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജൂൺ 4-നാണ് രമ്യയെ പ്രസവത്തിനായി മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജൂൺ 5 രാത്രി 8:30 രമ്യയെ സിസേറിന് വിധേയമാക്കുകയും ശസ്ത്രക്രിയയിലൂടെ ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. 6-ാം തീയതി രാവിലെ രമ്യയുടെ ആരോഗ്യനില വഷളാവുകയും രക്തസമ്മർദ്ദം കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി 10:30 മരണം സംഭവിച്ചു. രമ്യ ആരോഗ്യവതിയായിരുന്നുവെന്നും സിസേറിയനിൽ സംഭവിച്ച പിഴവാണ് മരണത്തിനിടയാക്കിയതെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. ശസ്ത്രക്രിയയിൽ രക്തക്കുഴലുകൾ മുറിയുകയും തുടർന്ന് അമിത രക്തസ്രാവമുണ്ടായതുമാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. രമ്യയെ ചികിത്സിച്ച ഡോക്ടർ ആരാണെന്ന് പറയുവാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സമാനമായ രീതിയിൽ നിരവധി പ്രസവാനന്തര മരണങ്ങൾ ഈ ആശുപത്രിയിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്നും സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഉന്നതതല അന്വേഷണം വേണമെന്നും രമ്യയുടെ ബന്ധുക്കൾ പറയുന്നു. അഖിലിനെയാണ് എന്നെ വിളിക്കുന്നത്. ഈ അഖിൽ വിളിക്കുന്നത് എന്താ വെച്ചാൽ രമ്യേച്ചി മരിച്ചുപോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി. അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അമീൻ ഹോസ്പിറ്റലിൽ നിന്നാണ് അവൾ പ്രസവിച്ചത്. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അവളെന്നെ അമലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് എന്താ വെച്ചാൽ നമ്മൾ അത് ആൾക്കാരെ അറിയിക്കണ ഒരു കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളത് പറയുന്നു. അവൾക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് സർജറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ. ആരാണ് ഈ കുട്ടിയുടെ പ്രസവം അറ്റൻഡ് ചെയ്ത ഡോക്ടർ ഏതാണ്? അതും നമുക്കറിയില്ല. അവിടെ ഏത് ഡോക്ടറിനെയാണ് അവർ കണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നമ്മള് അമലയിലേക്ക് കൊണ്ടുപോകാൻ വഴിയിൽ ആണ് കുട്ടി മരിച്ചിരിക്കുന്നത്. അമലയിൽ എത്തിയില്ല. 10 മിനിറ്റ് മുന്നേ എത്തിവെച്ചെങ്കിൽ കുട്ടി രക്ഷപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരോപണങ്ങൾ മരത്തംകോട് അൽ അമീൻ ആശുപത്രി അധികൃതർ നിഷേധിച്ചു. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമ്പൂർണ്ണമായി പുറത്തുവന്ന ശേഷം മാത്രമേ മരണം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് റോഷൻ CCTVയോട് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്കിടെ രോഗിക്ക് അപ്രതീക്ഷിതമായി ശ്വാസതടസ്സം ഉണ്ടായതായും ജീവൻ രക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്തിരുന്നതായും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഡോക്ടർ മുഹമ്മദ് റോഷൻ വ്യക്തമാക്കി.
നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ദേശീയപാത വ്യാപകമായി തകർന്ന സംഭവത്തിൽ നിർമ്മാണത്തിനുപയോഗിച്ച മണ്ണിന്റെ ഗുണമേന്മയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കരാറ് കമ്പനിക്കൊപ്പം മണ്ണിന്റെ ദൃഢതയെ സംബന്ധിച്ചും ഹൈവേ അതോറിറ്റി റിപ്പോർട്ട് നൽകിയത്. റോഡ് നിർമ്മാണം ആരംഭിച്ചത് മുതൽ കേരളത്തിലെമ്പാടുമുള്ള കുന്നുകൾ ഇടിച്ച് ലക്ഷക്കണക്കിന് ലോഡ് മണ്ണാണ് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുപോയിരുന്നത്. മണ്ണിന്റെ ദൃഢത സംബന്ധിച്ച് യാതൊരുവിധ പരിശോധനയും നടത്താതെ മണ്ണ് മാഫിയകളെ സഹായിക്കുന്ന നിലപാടാണ് കരാറ് കമ്പനിയും ഹൈവേ അതോറിറ്റിയും സ്വീകരിച്ചത്. റോഡ് നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് മണ്ണെടുത്ത് മറ്റിടങ്ങളിലേക്ക് മണ്ണടിച്ച് അമിതലാഭം കൊയ്ത സംഘങ്ങളുമുണ്ട്. പലയിടത്തും പ്രദേശവാസികളുടെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ മണ്ണ് മാഫിയ സംഘങ്ങൾ നിർബാധം മണ്ണെടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയതും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും കുന്നുകൾ ഇടിച്ചുള്ള മണ്ണെടുപ്പിന്റെ അനന്തരഫലമായിരുന്നു. എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നും കൂറ്റൻ കുന്നുകൾ ഇടിച്ച് മണ്ണ് കൊണ്ടുപോയിരുന്നു. ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് പ്രദേശത്ത് നിന്ന് കൊണ്ടുപോയിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ദൃഢതയില്ലാത്ത മഞ്ഞ നിറത്തിലുള്ള മണ്ണായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കാണുന്ന മണ്ണ് കൊണ്ടുപോയിട്ടാണ് ഹൈവേക്ക് വേണ്ടിയിട്ട് റോഡ് ഉയരം വരുത്തിയത് അല്ലെങ്കിൽ നികത്തി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം യാതൊരു കാരണവശാലും ഇതിന് കൂട്ടിപ്പെടുത്തുള്ള മണ്ണല്ലത്. ഉണങ്ങിക്കഴിഞ്ഞാൽ തനി തവിട് പോലെയും നനഞ്ഞു കഴിഞ്ഞാൽ തനി കുറുക്ക് പോലെ ആവുന്ന ഒരു തരം മണ്ണാണിത്. ഈ മണ്ണ് കൊണ്ട് യാതൊരു കാരണവശാലും റോഡ് പണിയാൻ പറ്റില്ല. അത് ആർക്കും ഏത് കുട്ടിക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇവിടെ ഗുണ്ടായിസം പോലെയാണ് ഇവിടെ പെരുമാറിയിട്ട് ഈ മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോയത്. ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യത കണ്ടുകൊണ്ട് തന്നെ വിദഗ്ധമായിട്ടുള്ളൊരു സംഘം ഇവിടെ വന്ന് പരിശോധിച്ച് ഈ കുന്ന് ഒരു പ്രശ്നബാധിതമായ മേഖലയാണ് എന്ന് വിലയിരുത്തിയ ഒരു സ്ഥലമാണിത്. പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം സാധാരണക്കാരായ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞു ഇത് ചെയ്യരുത്. അതൊന്നും വില കൊടുത്തില്ല. ഈ കാണുന്ന ഒരു വലിയൊരു ലോബിയാണ് ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലെല്ലാം നടത്തിയിട്ടുള്ളത് വലിയൊരു അഴിമതി തന്നെയാണ്. റോഡ് നിർമ്മാണത്തിനായി പലയിടത്തും ഇത്തരത്തിൽ തന്നെയുള്ള മണ്ണ് ഉപയോഗിച്ചതായും ആക്ഷേപമുണ്ട്. മേഖലയിലെ ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന വിധം മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും റോഡ് നിർമ്മാണമെന്ന പൊതു ആവശ്യത്തിനു മുന്നിൽ ജനങ്ങൾ സമരരംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു. കുന്നുകൾ യന്ത്രക്കൈകൊണ്ട് മാന്തിയെടുത്ത് ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയവർക്കും ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ ദല്ലാളന്മാർക്കും ലാഭം മാത്രമായി മാറിയ മണ്ണെടുപ്പിൽ നഷ്ടം സാധാരണക്കാരന്റെ നികുതി പണത്തിന് മാത്രമായിരിക്കും എന്നതാണ് മുൻകാലാനുഭവങ്ങൾ. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 111 ശ്രാദ്ധാചരണം ഭക്തി നിർഭരമായി. തിരുകർമ്മങ്ങളിലും ഊട്ടുസദ്യയിലും പങ്കെടുക്കാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. രാവിലെ 6-നും 7-നും ദിവ്യബലിക്കു ശേഷം 10-ന് അനുസ്മരണ ബലി, സന്ദേശം, കബറിടത്തിൽ ഒപ്പീസ്, അന്നീത എന്നിവ നടന്നു. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്കു ശേഷം വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നേർച്ച സദ്യ ആശീർവദിച്ചു. കുട്ടികൾക്കുള്ള ചോറൂണ് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ നിർവഹിച്ചു. 20,000 പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത്. ഭക്ഷണ പാക്കറ്റും അരി, അവിൽ, ശ്രാദ്ധമധുരം പാക്കറ്റുകളും ഒരുക്കിയിരുന്നു. വരദച്ചൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 25 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒരുക്കിയത്. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ജനറൽ കൺവീനർ KP പോളി, ട്രസ്റ്റിമാരായ VK ബാബു, സെബി താണിക്കൽ, CK ഡേവിസ്, വിജു ലാസർ, MK പോൾസൺ, CK വിൻസെന്റ്, പോൾ അന്തിക്കാട്ട്, ട്രസ്റ്റ് സെക്രട്ടറി രാജേഷ് ജാക്ക്, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ കരിയന്നൂർ കൊട്ടേക്കാട് വീട്ടിൽ വിനോദിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു അപകടം. ഇയാളെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4ാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 10-ന് വൈകിട്ട് 3-ന് ഗുരുവായൂർ കൃഷ്ണവത്സം റീജൻസിയിൽ നടക്കുന്ന സമാദര സദസ്സിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം സമ്മാനിക്കും. 10,001 രൂപയും പ്രശസ്തി പത്രവും എളവള്ളി നന്ദകുമാർ തയ്യാറാക്കിയ ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.
നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആമുഖ പ്രഭാഷണവും കേന്ദ്ര സംസ്കൃത സർവകലാശാല മുൻ ഡീൻ ഡോക്ടർ പി സി മുരളീമാധവൻ മാടമ്പ് സ്മൃതി പ്രഭാഷണവും നടത്തും. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ, കലാമണ്ഡലം ഡിമഡ് യൂണിവേഴ്സിറ്റിയിലെ സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ, എം കെ ദേവരാജൻ എന്നിവർ സംസാരിക്കും. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളായ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട, സിദ്ധൻ എളവള്ളി, ഷാജു പുതൂർ, ഡോക്ടർ അജിത്, കൃഷ്ണദാസ് മുരളി, തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി, രവീന്ദ്രൻ പണിക്കർ എന്നിവരെ ആദരിക്കും. യോഗത്തിൽ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ഉണ്ടാകും. വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളെ കോർത്തിണക്കിക്കൊണ്ട് പിന്നണി ഗായകരായ മഹാദേവനും പാർവതിയും നയിക്കുന്ന സംഗീത വിരുന്ന് അരങ്ങേറും. സംഘാടകരായ ശ്രീകുമാർ ഇഴുവപ്പാടി, ടി കൃഷ്ണദാസ്, സുധാകരൻ പാവർട്ടി, എം കെ ദേവരാജൻ, കെ എം സുകുമാരൻ, ജയരാജ് മേനോൻ, സജീവ് കുമാർ എം കെ, ജയപ്രകാശ് കേശവ്, ജിഷ്ണു, സേതു, ഹരി വെള്ളാപ്പരമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അനുസ്മരണ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ CT ലോനപ്പൻ ഗുരുക്കൾ അനുസ്മരണവും സംസ്ഥാനതല കളരിപ്പയറ്റ് ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കളരിപ്പയറ്റ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കൃഷ്ണദാസ് ഗുരുക്കൾ, ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി KP ദിനേശൻ ഗുരുക്കൾ എന്നിവർ മുഖ്യ അനുസ്മരണം നടത്തി. ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ CI G അജയകുമാർ സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ യോഗ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ധന്യ ഹരിദാസിനെ ആദരിച്ചു. മുനിസിപ്പൽ കൌൺസിലർ ശോഭ ഹരിനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്വിസ് മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി. ട്രസ്റ്റ് ജനറൽ കൺവീനർ രാജേന്ദ്രൻ കണ്ണത്ത് സ്വാഗതവും അഡ്വൈസറി ബോർഡ് മെമ്പർ EJ ആൻഡോ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായ K വാസുദേവൻ നമ്പൂതിരി, ഗിരീഷ് തൊടുവിൽ, ജോയ്സൺ മാങ്ങൻ, PR ഡെന്നി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് ജൂബിലി മിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ രക്തദാനം നടത്തിക്കൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ G സക്കരപ്പറ്റേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ്, ജോയിന്റ് കൺവീനർ MK ജോഷി, രക്തദാന കമ്മിറ്റി കൺവീനർ ഡോക്ടർ എഡ്വേർഡ് സൈമൺ, ജോയിന്റ് കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 129 പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് 129 പേർ രക്തദാനം ചെയ്തു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തി നിർഭരം. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും അന്തോണീസിന്റെയും ഇടവക മധ്യസ്ഥയായ മറിയം ത്രേസ്യയുടെയും ഊട്ടുതിരുനാളിൽ ഇടവക വിശ്വാസികൾ ഭക്തി പുരസ്സരം പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് ഇടവകാംഗമായ ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി പാട്ടുകുർബാന, ലതിഞ്ഞ്, നൊവേന എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. സെന്റ് തോമസ് കോളേജ് മീഡിയ സ്റ്റഡീസ് ഡയറക്ടർ ഫാദർ ഫിജോ ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി. കുർബാനയെ തുടർന്ന് ഇടവക വിശ്വാസികൾ ഭക്തിനിർഭരമായി പങ്കെടുത്ത പ്രദക്ഷിണവും നടന്നു. ഫാദർ ബിജു പാണേങ്ങാടൻ ഊട്ടുനേർച്ചയുടെ ആശീർവാദം നിർവഹിച്ച ശേഷം നേർച്ചയൂട്ടിന്റെ വിതരണം ആരംഭിച്ചു. ജാതിമതഭേദമന്യേ നൂറുകണക്കിന് പേർ ഊട്ടുതിരുനാളിൽ പങ്കെടുത്തു. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, ബെഫിൻ അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഡേവിസ് അതിയുന്തൻ, ജോയിന്റ് കൺവീനർ മിൻസൻ ചുങ്കത്ത്, വിവിധ കമ്മിറ്റി കൺവീനർമാരായ അഖിൽ അറങ്ങാശ്ശേരി, തോമസ് കുണ്ടുകുളം, സിൻഡോ ചൂണ്ടൽ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി വെള്ളറക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച അപകടം. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ മരത്തിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും പോലീസും ചേർന്ന് വാഹനം പാതയോരത്തേക്ക് തള്ളിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പുനേർകുളം ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഇടവക വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ CV ജോസഫ്, പള്ളി ട്രസ്റ്റിമാരായ KT സൈമൺ, EJ ബെന്നി,
PJ ഡേവിഡ്, കമ്മിറ്റി കൺവീനർമാരായ CV ജേക്കബ്, MK ബെന്നി, MR ഷെജി, NG ഷെറി, കുടുംബകൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KJ ജിജോ എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 15-നാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. ജൂൺ 9 മുതൽ 14 തീയതി വരെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30-ന് ദിവ്യബലിയും ലതീഞ്ഞ് നൊവേന എന്നിവ ഉണ്ടായിരിക്കും. 15-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് അത്താണി ടീം ഹാൻഡ്സ് ഡയറക്ടർ ഫാദർ ജോബി കടപ്പൂരാൻ മുഖ്യകാർമ്മികനാകും. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് പൂപ്പാടി സന്ദേശം നൽകും. തുടർന്ന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണവും നേർച്ച സദ്യയും നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് പ്രണാമം അർപ്പിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് ഭാരവാഹി MK സുനിൽകുമാർ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PC ഗോപാലകൃഷ്ണൻ, സജീവൻ ചാത്തനാത്ത്, OS വാസുദേവൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, വാർഡ് മെമ്പർമാരായ സൈബുനിസ ഷറഫു, രജിത ഷാജി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചിറമനേങ്ങാട്, ജനശ്രീ കടങ്ങോട് മണ്ഡലം ചെയർമാൻ റഫീഖ് ഐനിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പുനേർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ഇക്കോ ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തീരം ശുചീകരിച്ച ശേഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ക്യാമ്പയിൻ. അരയാൽ, അശോകം, മരോട്ടി, മുള, മാവ്, പുളി, പൂവരശ ഇനങ്ങളിൽപ്പെട്ട 30ഓളം വൃക്ഷത്തൈകളാണ് തീരങ്ങളിൽ നട്ടുപിടിപ്പിച്ചത്. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്ററും ജൈവവൈവിധ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹാബിറ്റാറ്റിന്റെ ഡയറക്ടറും വനമിത്ര പുരസ്കാര ജേതാവുമായ NJ ജെയിംസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും PT അംഗങ്ങളും പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ പ്ലക്കാർഡുമായി 30ഓളം വിദ്യാർത്ഥികൾ പെരിയമ്പലം ബീച്ചിൽ എത്തിയാണ് തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഇവയുടെ തുടർ സംരക്ഷണം പ്രദേശത്തെ ഇക്കോ ക്ലബ്ബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. PTA പ്രസിഡന്റ് സ്നേഹ് ഗിൽചിത്ത് അധ്യക്ഷത വഹിച്ചു. കടലാമകളെക്കുറിച്ച് പ്രകൃതി ഫോട്ടോഗ്രാഫറും കടലാമ സംരക്ഷകനുമായ സലീം ക്ലാസ് എടുത്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ KL മനോഹിത് ആമുഖ പ്രഭാഷണം നടത്തി. പുന്നയൂർകുളം പഞ്ചായത്ത് അംഗം KH ആബിദ്, SSG ചെയർമാൻ റാണ പ്രതാപ്, PTA വൈസ് പ്രസിഡന്റ് റഹീം, എക്സിക്യൂട്ടീവ് അംഗം രഘുനാഥ്, അധ്യാപകരായ PJ ജയകൃഷ്ണൻ, ഷിബിൻ രാജ്, അഭിജിത്ത് എന്നിവരും ഹരിതകർമ്മസേനാംഗങ്ങൾ, ഇക്കോ ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവരും സംബന്ധിച്ചു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം ജൂൺ 18-ന് കേച്ചേരിയിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ CF ജെയിംസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുലജ പത്മനാഭൻ അധ്യക്ഷയായി. CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ, സെക്രട്ടറി PM സോമൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, ജില്ലാ സെക്രട്ടറി MS പ്രേമലത, ചൊവ്വന്നൂർ പ്രോജക്ട് പ്രസിഡന്റ് ജയലളിത എന്നിവർ സംസാരിച്ചു. KF ഡേവിസ് ചെയർമാൻ, MS പ്രേമലത കൺവീനർ, സുലജ പത്മനാഭൻ ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 101 അംഗ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച KHRA ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയുമായ CA ലോകനാഥനെ അനുസ്മരിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മുൻ MLA KV അബ്ദുൽ ഖാദർ, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനൂജ്, GK പ്രകാശ്, ശിവജി ഗുരുവായൂർ, TT ശിവദാസൻ, KP വിനോദ്, അരവിന്ദൻ പല്ലത്ത് തുടങ്ങി വിവിധ മേഖലയിലുള്ള നിരവധി പേർ പങ്കെടുത്തു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ സോഷ്യൽ വെൽഫെയർ പ്രോജക്ടിന്റെ ഭാഗമായി പകൽ വീട് ഒരുങ്ങി. ഇടവക അതിർത്തിയിലെ പ്രായമായവർക്ക് ഒന്നിച്ചുകൂടാനും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുമാണ് സോഷ്യൽ വെൽഫെയർ പ്രോജക്ട് പകൽവീട് സജ്ജമാക്കുന്നത്. അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര പകൽവീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. മുതിർന്ന പൗരനായ TT ജോർജ് മാസ്റ്റർ, ഇടവക കൈകാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PH സ്റ്റീഫൻ, ജോൺസൺ C കാക്കശ്ശേരി, സോഷ്യൽ വെൽഫെയർ പ്രോജക്ട് കൺവീനർ ആന്റണി L കാക്കശ്ശേരി, മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ് എന്നിവർ സംബന്ധിച്ചു. പകൽവീടിന്റെ പ്രവർത്തനം എത്രയും വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. മറ്റം ഇടവകയിലെ വിവിധ കുടുംബ കൂട്ടായ്മകളിൽ സാമ്പത്തികമായി വിഷമങ്ങൾ നേരിടുന്നവർക്കും രോഗാവസ്ഥയിലുള്ളവർക്കും കൈത്താങ്ങായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയായ സോഷ്യൽ വെൽഫെയർ പ്രോജക്ടിന്റെ മറ്റൊരു സ്വപ്നമാണ് പകൽവീട് പദ്ധതി യാഥാർത്ഥ്യമായതിലൂടെ പൂവണിഞ്ഞത്. ശ്രീ പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്ര നാരായണീയ പാരായണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണ സമർപ്പണം നടത്തി.
ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദീപപ്രോജ്വലനം നടത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് MB സുധീർ അധ്യക്ഷത വഹിച്ചു. ആചാര്യ CP നായർ, മമ്മിയൂർ വിജയലക്ഷ്മി ടീച്ചർ എന്നിവരെ തന്ത്രി ആദരിച്ചു. പുനർജനി ഗൾഫ് കമ്മിറ്റി നൽകിയ ഉപഹാരങ്ങൾ ചെയർമാൻ പഠിതാക്കൾക്ക് വിതരണം ചെയ്തു. രാധാകൃഷ്ണൻ കാക്കശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. KR മോഹൻ, വേണുഗോപാൽ കരിപ്പോട്ട്, അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാരായണീയ പാരായണ സമിതി കൺവീനർ ഗീതാ വിനോദ് സ്വാഗതവും ക്ഷേത്രം ട്രഷറർ CK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മോഹൻദാസ് ചേലനാട്ട്, V പ്രേംകുമാർ, EV ശശി, MT ബാബു, PC വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും ഉണ്ടായി. കഴിഞ്ഞ 7 വർഷമായി ആചാര്യ CP നായരുടെ കീഴിലാണ് പാരായണം അഭ്യസിക്കുന്നത്. താമരയൂർ അയ്യപ്പക്ഷേത്രം ഭജന മാതൃസമിതി, കാവിട് നാരായണീയ പാരായണ സമിതി, പേരകം മണത്തല വിശ്വനാഥ ക്ഷേത്രം, കോഴിക്കുളങ്ങര ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ മാതൃസമിതികളും പ്രസക്ത ഭാഗങ്ങൾ ചൊല്ലി നാരായണീയ പാരായണ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തിൽ നടന്ന വനംവകുപ്പ് ഓഫീസറുടെ മകന്റെ കല്യാണത്തിന് വിവാഹ സമ്മാനമായി വൃക്ഷത്തൈ നൽകി പ്രകൃതി സംരക്ഷണ സംഘം. ഗുരുവായൂർ ഗോകുലം വനമാല റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്സിലെ ടെക്നിക്കൽ ഓഫീസറായ S ശിവദാസ് ജി ഓമന ദമ്പതികളുടെ മകൻ ഹരികൃഷ്ണന്റെയും വൈശാലിയുടെയും വിവാഹ ചടങ്ങിലാണ് വൃക്ഷത്തൈ നൽകിയത്. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ്, പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി, കുന്നംകുളം മേഖലാ കമ്മിറ്റി അംഗം റിയാസ് കരിക്കാട് എന്നിവർ ചേർന്ന് നവദമ്പതികൾക്ക് വൃക്ഷത്തൈ സമ്മാനിച്ചു. SSLC +2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളുമുണ്ടായി. വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടി മുരിങ്ങത്തേരി പതിയാരം NSS കരയോഗത്തിന്റെ കുടുംബയോഗവും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. രഘു കുറുപ്പ് വീട്ടിൽ അധ്യക്ഷനായി. സജീഷ്, രാജൻ, കുട്ടൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സ്നേഹാദരം 2025 സംഘടിപ്പിച്ചു. ക്ലബിൽ നടന്ന ആദരയോഗം ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പെരുവണ്ണൂർ GLP സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിച്ച MG നിമൽകുമാർ, വാർഡ് മെമ്പർ സരിത വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികൻ ശരൺ കൃഷ്ണ, മർക്കസ് നോളജ് സിറ്റിയിലെ വീറാസിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ സഹോദരന്മാരായ അൽവാരിസ് അഫ്സൽ സഖാഫി, അൽവാരിസ് അജ്മൽ സഖാഫി, അൽവാരിസ് അൻസിൽ സഖാഫി, പാലക്കാട് ജില്ലാ സഹോദയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയം ടീം അംഗവും PFA താരവുമായ ആനന്ദ് R നായർ, പ്രാരാബ്ധങ്ങൾക്കിടയിലും 3 പെൺമക്കളെ പഠിപ്പിച്ച ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകരാക്കിയ കൃഷ്ണൻ ലീല ദമ്പതികൾ, SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾ, LSS സ്കോളർഷിപ്പ് നേടിയ മിഥുൻ K ഹരിദാസൻ, ശ്രീലക്ഷ്മി എന്നിവരെ അനുമോദിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് കൂറ്റനാട് യൂണിറ്റുമായി സഹകരിച്ച് പ്രദേശത്ത് 150-ലധികം മുരിങ്ങത്തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MV സുരേഷ്, സെക്രട്ടറി V കേശവദാസ്, പൊതുപ്രവർത്തകൻ KC കുഞ്ഞൻ, പരിസ്ഥിതി പ്രവർത്തകൻ K രാജേന്ദ്രൻ, റിട്ടയേർഡ് ADM P രാജൻ, റിട്ടയേർഡ് DO P ഇന്ദിര ടീച്ചർ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമഭാരതി സേവാസമിതി പാലുവ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരവ് പരിപാടി ഗ്രാമഭാരതി കാര്യാലയത്തിൽ രക്ഷാധികാരി റിട്ടയർഡ് കേണൽ K കൃഷ്ണമേനോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TR ഭരതൻ അധ്യക്ഷത വഹിച്ചു. ട്രെയിനർ സച്ചിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ക്ലാസും ഉണ്ടായിരുന്നു. CV സുരേന്ദ്രൻ സ്വാഗതവും CS ബിജു നന്ദിയും പറഞ്ഞു. PV രാമകൃഷ്ണൻ, സുബിൻദാസ്, PP ജിതിൻ, NK സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കുഴിങ്ങര യുവധാര കലാവേദി LSS SSLC +2 ബിരുദ പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പ്രതിഭാസംഗമം 2025 എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ YMC മൻസൂർ അധ്യക്ഷത വഹിച്ചു. MK ശാലു സ്വാഗതം പറഞ്ഞു. പുന്നേർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ആദരസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ സർക്കാർ സർവീസുകളിൽ നിന്നും വിരമിച്ച മുരളീധരൻ, ഹംസക്കുട്ടി, ബാബു മാസ്റ്റർ എന്നിവർക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം സലീന നാസർ, കുഴിങ്ങര മഹല്ല് സെക്രട്ടറി അബ്ദുൽ കലാം ഹാജി, വൈസ് പ്രസിഡന്റ് AK മുസ്തഫ, ബാബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. AK നസീർ, MK ലത്തീഫ്, PH നസീർ, ഷജീർ, റിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIM ചൊവ്വല്ലൂർ പടി നോർത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണം ചെയ്തു. തൈക്കാട് നൌഷാദിന്റെ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടി ഗുരുവായൂർ നഗരസഭ 5-ാം വാർഡ് കൌൺസിലർ വൈഷ്ണവ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു.
CPIM തൈക്കാട് ലോക്കൽ സെക്രട്ടറി CJ ബേബി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപിക ഹിമ രാജീവ്, ബ്രാഞ്ച് സെക്രട്ടറി ശശിധരൻ കോടത്തൂർ, സിജോ കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. DYFI ഓവുങ്ങൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ PS അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു. നഗരസഭാ കൗൺസിലർ MB പ്രമീള, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി MB രാജലക്ഷ്മി, DYFI മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനൂസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KS വിഷ്ണു, CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ എന്നിവർ സംസാരിച്ചു. വിവേക് സ്വാഗതവും TA കുമാരൻ നന്ദിയും പറഞ്ഞു. ആൽത്തറ ടൗൺ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഈദ് നമസ്കാരാനന്തരം നടന്ന ചടങ്ങിൽ +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ മുഹമ്മദ് മുർസലിനെയും IIT പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഹമ്മദ് ബിൻ ഹസനെയും 5ാം ക്ലാസ് മദ്രസ പൊതുപരീക്ഷയിൽ ജില്ലയിൽ നിന്ന് 4ാം റാങ്ക് കരസ്ഥമാക്കിയ ഇഷാൻ K മുജീബിനെയും ആദരിച്ചു. പൗരപ്രമുഖനും കാരുണ്യ സേവന രംഗത്ത് നിറസാന്നിധ്യവുമായ തടാകം കുഞ്ഞു മുഹമ്മദ് ഹാജി പ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. മന്നലാങ്കുന്ന് അൽഹിക്മ മസ്ജിദ് ഇമാം യഹിയ ഫുർഖാനി, ടൗൺ മസ്ജിദ് പ്രസിഡന്റ് ഡോക്ടർ ജലീൽ, KM ജമാലുദ്ദീൻ തുടങ്ങി മസ്ജിദ് ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ CITU താമരപ്പള്ളി നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SLC പരീക്ഷയിൽ വിജയിച്ച യൂണിയൻ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ അനുമോദിച്ചു. യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി PG സുബിദാസ് ഉപഹാരം സമ്മാനിച്ചു. യൂണിറ്റ് സെക്രട്ടറി പ്രശാന്തി അധ്യക്ഷയായി. NB ജയ, KV സുരേഷ്, NP രമേശ്, VS പ്രദീപ്, സുനിത, പത്മാവതി എന്നിവർ സംസാരിച്ചു. മരുത്തംകോട് മാർ പീലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ സംഘടിപ്പിച്ച മൈലാഞ്ചി മുഞ്ച മെഹന്തി ഫെസ്റ്റ് വർണ്ണാഭമായി. CM സീനത്ത് ടീച്ചർ സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ സജി കുളങ്ങാട്ടിൽ മൈലാഞ്ചിയിടൽ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ജിന ജോൺ, അധ്യാപകരായ സ്നേഹ വിൽസൺ, സ്റ്റെഫി സണ്ണി, സോന ജോസ്, ലീന ES, റിൻസി സി ബോസ്, ഡെയ്സി മിൽജു, അനു PB, ഷാനി K ഷാജി, ലിജിൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. പന്തക്കുസ്ത തിരുനാളിൽ പാലയൂരിൽ നിരവധി കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികനായി. AD 52 തോമാശ്ലീഹയാൽ സ്ഥാപിതമായ പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ പന്തക്കുസ്ത തിരുനാളിൽ നിരവധി കുട്ടികളാണ് പാരമ്പര്യമായി നടക്കുന്ന ആദ്യാക്ഷരം കുറിക്കലിനായി എത്തിയത്. ദിവ്യബലിക്കും തിരുകർമ്മങ്ങൾക്കും മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. ആദ്യമായി വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികൾ പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ഈശോ എന്ന പ്രാർത്ഥന ചൊല്ലി ഈശോ എന്ന അക്ഷരം തളികയിലെ അരിയിലെഴുതി. ഇടവകയിലെ വിൻസെന്റ് ഡി പോൾ സംഘടന കുട്ടികൾക്കായി ഒരുക്കിയ പഠനോപകരണങ്ങളും മധുരവും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ വിതരണം ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ജ്ഞാനം, ബുദ്ധി, അറിവ് എന്നിവ കുട്ടികളിൽ ഉണ്ടാകുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, കരുണ തുടങ്ങിയവ പരിശീലിക്കുവാനും മാർ ടോണി നിലങ്കാവിൽ കുട്ടികൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വാസ പരിശീലന പ്രധാനാധ്യാപകൻ KK റോബിൻ, സിസ്റ്റർ ജോമേരി, സിമ്മി ഫ്രാൻസിസ്, വിൻസി ഫ്രാൻസിസ്, മറ്റ് അധ്യാപകരും കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. മരുത്തംകോട് ഡ്രീംലാൻഡ് റെസിഡൻസിയുടെ നേതൃത്വത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ജെറിൻ ജോൺകുട്ടിയെ അനുമോദിച്ചു. ചെന്നൈ ക്രസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൊഴിൽ മേഖലയിലെ ആരോഗ്യവും സുരക്ഷയും എന്ന വിഷയത്തിലാണ് ഗവേഷണ ബിരുദം നേടിയത്. സന്തോഷ്, ജേസൺ ബേബി, മാത്യു, അബൂബക്കർ, ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകിയാണ് അനുമോദിച്ചത്. കുന്നംകുളം പാറയമ്പാടം തോലത്ത് വീട്ടിൽ ജോൺകുട്ടി റെയ്ന ദമ്പതികളുടെ മൂത്ത മകനായ ജെറിൻ വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം മേധാവിയാണ്. റിനു ജെറിൻ ഭാര്യയും ജോഹാൻ, ജൂഡ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ട്രൂമാർട്ട് സൂപ്പർ മാർക്കറ്റിന്റെ 5ാം വാർഷികാഘോഷത്തിന്റെയും നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിന്റെയും ഭാഗമായി ഒരുക്കിയ കൂപ്പൺ നറുക്കെടുപ്പിലെ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1ാം സമ്മാനമായ 2 ഗ്രാം ഗോൾഡ് കോയിൻ കാട്ടുകാമ്പാൽ സ്വദേശി വിമല രവീന്ദ്രനും, 2ാം സമ്മാനമായ സ്മാർട്ട് ഫോൺ ഐനൂർ സ്വദേശിനി MV നൂർജഹാനും, 3ാം സമ്മാനമായ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ രാജൻ അരുവായി എന്നിവരാണ് സ്വന്തമാക്കിയത്. 4ഉം 5ഉം സമ്മാനമായി യഥാക്രമം ഗ്രൈൻഡർ, മിക്സി എന്നിവയ്ക്ക് പുറമെ 10 ഭാഗ്യശാലികൾക്ക് ഗിഫ്റ്റ് വൗച്ചറുകൾ പ്രോത്സാഹന സമ്മാനമായും നൽകി. ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, BJP കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത് സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ ട്രൂമാർട്ട് സ്ഥാപനയുടമകൾ, ജീവനക്കാർ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപനവുമായി സഹകരിച്ച എല്ലാവർക്കും മാനേജ്മെന്റ് നന്ദി അറിയിച്ചു. ചരമം. ചാലിശ്ശേരി അങ്ങാടി അരിമ്പൂർ പരേതനായ ചേറുകുട്ടി ഭാര്യ തങ്കമ്മ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം സെന്റ് ഔഗൻസ് പള്ളി സെമിത്തേരിയിൽ നടന്നു.
ജോർജ്, മേരി, ബിന്ദു എന്നിവർ മക്കളാണ്. കാണിയമ്പാൽ പുറത്തൂർ പള്ളിക്കുന്നത്ത് ജോണി ഭാര്യ സിസിലി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചിറളയം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജെയ്സൺ, ഡെയ്സി, ജിൻസൺ, ടോണി, പ്രിൻസി എന്നിവർ മക്കളാണ്. കാണിപ്പയ്യൂർ പാറയ്ക്കൽ പരേതനായ ജോസ് ഭാര്യ ആനി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജെസി, ഷീബ, ഷെർലി, പരേതനായ ഷാജൻ എന്നിവർ മക്കളാണ്. കടവല്ലൂർ എടയൂർ ക്ഷേത്രത്തിന് സമീപം തട്ടത്തുവളപ്പിൽ ശങ്കരൻ നായരുടെ ഭാര്യ കൈതപ്പുറത്ത് കമലാക്ഷിയമ്മ നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. അരവിന്ദാക്ഷൻ, ജ്യോതിപ്രകാശ്, ഹേമലത എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ തേവർമഠം റോഡ് പരേതനായ മേനഞ്ചേരി ദേവസി മകൻ തോമസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. റോസിലിയാണ് ഭാര്യ. ജാക്സൺ, ജാൻസി, ജോബ്സൺ എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം ഗരിമ സ്പോർട്സ് ഉടമ കരിക്കാട് വില്ലന്നൂർ ചാട്ടുകുളങ്ങര മുഹമ്മദ് കുട്ടിമകൻ റാഷിദ് നിര്യാതനായി. 36 വയസ്സായിരുന്നു. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് കോട്ടൂൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. അഷിത ഭാര്യയും അസ്ഫ ഹെറിൻ മകളും ബഷീറ മാതാവുമാണ്. പഴഞ്ഞി കോർട്ട് റോഡിൽ താമസിക്കുന്ന ചീരൻ പരേതനായ കുര്യൻ താവുട്ടി മകൻ ബേബി നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. അക്സ ഭാര്യയും ബിനു, ബിജോ എന്നിവർ മക്കളുമാണ്. ദേശാഭിമാനി ഏജന്റ് ചെറുവത്താനി മോഡസ്റ്റോ റോഡിൽ വള്ളിക്കാട്ടിരി രാഘവൻ മകൻ പ്രമോദ് നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. സബിത ഭാര്യയും നവനീത, നന്ദന എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് മരത്തംകോട് അൽ അമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ കൂനാമ്പൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ദേശീയപാത വ്യാപകമായി തകർന്ന സംഭവത്തിൽ മണ്ണിന്റെ ഗുണമേന്മയ്ക്കെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രംഗത്ത്. എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നും കൂറ്റൻ കുന്നുകൾ ഇടിച്ചുകൊണ്ടുപോയ മണ്ണും ദൃഢത കുറഞ്ഞെന്ന് നാട്ടുകാർ. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 111-ാം ശ്രാദ്ധാചരണം ഭക്തി നിർഭരം. തിരുകർമ്മങ്ങളിലും ഊട്ടുസദ്യയിലും പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. ഗുരുവായൂർ മാമാ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ കവർച്ച. 2 മാല, പാദസരം, സ്വർണ്ണ ഉരുപ്പടികൾ അടങ്ങിയ 3.5 പവന്റെ സ്വർണം മോഷണം പോയി. മോഷണം പാലുവായി ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.